ശരിക്കും ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം, നമ്മുടെ സിനിമ കറക്റ്റ് നമ്മുടെ കയ്യിൽ 3 ദിവസമേ ഉള്ളൂ. പണ്ട് നമുക്ക് ഈ വേർഡ് ഓഫ് മൗത്ത് എന്ന് പറഞ്ഞൊരു പരിപാടിക്ക് സ്കോപ്പ് ഉണ്ടായിരുന്നു. ഇന്ന് നമ്മുടെ കയ്യിലുള്ള 3 ദിവസം, ഫ്രൈഡേ, സാറ്റർഡേ, സൺഡേ. ഈ 3 ദിവസം നിങ്ങൾ ഒച്ച ഉണ്ടാക്കി, അതായത് പടക്കം പൊട്ടിച്ച് തൃശ്ശൂർ പൂരം പോലെ പടക്കം പൊട്ടിക്കണം. ഞാനിത് ചുമ്മാ പറയുന്നതല്ല, എൻ്റെ അനുഭവത്തിൽ എന്ന് പറയുന്നത് നമ്മൾ ഇൻഫ്ലുവൻസേഴ്സിനെ കൊണ്ട് പറയിപ്പിക്കണം. ഇതെല്ലാം ഇവിടെ നടക്കുന്ന കാര്യങ്ങളാണ്. ഞാനിതൊന്നും മറ്റേ എക്സ്ട്രാ ആയിട്ട് ഊഹിച്ചു പറയുന്ന കാര്യങ്ങളല്ല. വി ഷുഡ് ഹയർ ഓൾ ദ ഇൻഫ്ലുവൻസേഴ്സ്. അവരവിടെ നമ്മൾ പടം കാണുന്നതായിട്ട് വീഡിയോ ഇടണം, അവർ റിവ്യൂ ഇടണം. ഇത് ഇൻഫ്ലുവൻസേഴ്സ് മാത്രമല്ല, അല്ലാണ്ടുള്ള ഒരുപാട് പേജുകളിൽ നമ്മളുടെ കണ്ടന്റ് സ്പ്രെഡ് ആവണം. ദാറ്റ് ദിസ് മൂവി ഈസ് ഗുഡ്. നമ്മളിത് ഇമേജ് ചെയ്യണം, ബ്രാൻഡ് ചെയ്യണം. അല്ലാത്തടത്തോളം കാലം ഓഡിയൻസ് ഇങ്ങനെ ഒരു പടം ഇറങ്ങിയത് പോലും അറിയുന്നില്ല. ഇത് നമ്മുടെ പ്രൊഡക്ഷനും കൂടെ ബോധപൂർവം ഇന്നൊരു സിനിമ നമ്മൾ പോസ്റ്റർ ഒട്ടിക്കുന്ന പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് ഇന്ന് ഈ പടം ബ്രാൻഡ് ചെയ്യാന്നുള്ളത്. അത് നിങ്ങൾ ഈ പടം കണ്ടില്ലെങ്കിൽ യു ആർ നോട്ട് പാർട്ട് ഓഫ് ദിസ് ട്രെൻഡ് എന്ന് ജനത്തിന് തോന്നിയാൽ മാത്രമേ, പ്രത്യേകിച്ച് ജെൻസി, അത് നമ്മൾ ആ പടത്തിന്റെ ടൈറ്റിൽ വരുന്നത് നമ്മൾ സ്റ്റാറ്റസ് ഇട്ടില്ലെങ്കിൽ ഐ ആം നോട്ട് പാർട്ട് ഓഫ് ദിസ് ട്രെൻഡ്. ആ ട്രെൻഡ് സെറ്റ് ചെയ്യാന്നിടത്താണ് അതൊരു വലിയൊരു PR, നല്ലൊരു തല ഉപയോഗിക്കുന്ന കുറച്ച് ആൾക്കാർ ചെയ്യുന്ന പരിപാടിയാണ്. അത് നമ്മൾ ഒരു പടവും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് അടിപൊളി പടങ്ങളും അല്ല, എന്നാൽ ഭയങ്കരമായിട്ട് മോശം പടങ്ങളും അല്ല. നമുക്കൊരു ഗുഡ് സിനിമേനെ എക്സ്ട്രാordinary ആക്കാൻ PR-ന് ഹെൽപ്പ് ചെയ്യും. പക്ഷെ ഒരു ബാഡ് സിനിമേനെ ഗുഡ് ആക്കാൻ പോലും ഒന്നിനും പറ്റില്ല. അത് നേരത്തെ പറഞ്ഞ പോലെ ബാഡ് സിനിമയ്ക്ക് ഒന്നും നടപടിയാവില്ല. പക്ഷെ ഒരു ആവറേജ്, ഒരു ഗുഡ് നല്ല പടത്തിന് നമുക്കൊരു എക്സ്ട്രാ വാവ് എന്ന് പറഞ്ഞൊരു സാധനം ഇമേജ് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും ഇന്ന് വിത്ത് ഓൾ ദിസ് ഹെൽപ്പ്. അതായത് PR ഇതല്ല. അത് ഞാൻ പറയുന്ന ഒരു ഗുഡ് സിനിമേനെ കേട്ടോ. മോശം സിനിമയെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അതെ, കാരണം ആളുകൾ ഒത്തിരി കാര്യങ്ങളിൽ ഭയങ്കര തിരക്കാകുമ്പോൾ അവരുടെ ശ്രദ്ധ ഇതിലേക്ക് വരണമെങ്കിൽ നമ്മൾ ഇതുപോലെ മാർക്കറ്റ് ചെയ്തേ മതിയാവുള്ളൂ. ഭയങ്കരമായിട്ട്. അതായത് ഇപ്പൊ ഈവൻ നമ്മൾ ബുക്ക് മൈ ഷോ തുറക്കുമ്പോൾ അതിനകത്തുള്ള റേറ്റിംഗ്, ഇതെല്ലാം നമുക്കിന്ന് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. ഇതെല്ലാം വലിയ വലിയ സ്ഥാപനങ്ങളും വലിയ വലിയ റെസ്പെക്റ്റഡ് പൊസിഷൻസും ആണ്. പക്ഷെ ഇതെല്ലാം ഇന്ന് നമുക്ക് അത്യാവശ്യം ട്വീക്ക് ചെയ്യാൻ മാർക്കറ്റിംഗ് ടൂൾസ് ആണ്. അത് ചെയ്യാത്തടത്തോളം കാലം നമ്മുടെ പ്രൊഡ്യൂസർ പറഞ്ഞ ആള് വന്നിട്ടില്ല എന്ന് പറഞ്ഞാൽ ഒരു അർത്ഥവും ഇല്ല. അതൊരു ഫാക്റ്റാണ്. അത് ഇന്നത്തെ റിയാലിറ്റിയാണ്. അത് എല്ലാവർക്കും അറിയാവുന്ന ഒരു പരസ്യമായ രഹസ്യമാണെന്ന് മാത്രമേ ഉള്ളൂ. ഇതെല്ലാം നമുക്ക് ട്വീക്ക് ചെയ്യാൻ പറ്റും. അതാ ഞാൻ പറഞ്ഞത്, നേരത്തെ പോസ്റ്റർ ഒട്ടിക്കുന്ന പോലെയാണ് ഇപ്പൊ ഈ പരിപാടി. ഇത് നമ്മൾ ചെയ്യണം. അപ്പോഴാണ് ജനം ഓക്കെ, ഈ പടത്തിന് ആള് വരുന്നുണ്ട് കേട്ടോ. നമ്മൾ മഞ്ഞ കത്തി കിടക്കണം കുറെയൊക്കെ നമ്മൾ ചെയ്യുന്ന പരിപാടി ഉണ്ട്. ഇന്നിപ്പോൾ മറ്റേ എക്സിക്യൂട്ടീവ്സ് ടൈ കെട്ടി വന്നിട്ട് തിയേറ്റർ മാനേജർ എന്ന് പറഞ്ഞ ആൾക്കാരുണ്ട്. ഇതൊക്കെ എനിക്ക് അറിയാവുന്ന എന്താ വെച്ചാൽ, നമ്മൾ ലാസ്റ്റ് 2-3 പടങ്ങളിൽ നമ്മൾ കൂടുതലായിട്ട് പ്രൊഡക്ഷനിൽ ഇൻവോൾവ് ചെയ്തപ്പോൾ അവർ പറയണ കാര്യങ്ങളിൽ നിന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. ഇതിനു മുമ്പ് ഞാനൊരു പടം പ്രൊഡ്യൂസ് ചെയ്താണെങ്കിൽ അത് ഡയറക്റ്റ് OTT ആയിരുന്നു. അപ്പോൾ എനിക്ക് ഇത്തരം കാര്യങ്ങൾ അറിഞ്ഞുകൂടായിരുന്നു. പക്ഷെ ഇത് നമ്മൾ നോക്കുമ്പോൾ ഇത് ഇങ്ങനെയൊക്കെ കുറെ പരിപാടികളുണ്ട്. സോ ഇറ്റ് വിൽ ലുക്ക് ലൈക്ക് അപ്പോൾ എന്ന് വെച്ചാൽ നമ്മൾ ഒരു ഓഡിയൻസ് ടിക്കറ്റ് എടുക്കാൻ നോക്കുമ്പോൾ അതിന് ആളുണ്ട് കേട്ടോ, എടുക്കാം. ബുക്ക് മൈ ഷോ തുറക്കുമ്പോൾ റേറ്റിംഗ് നോക്കിയിട്ടാണ് ഓൾമോസ്റ്റ് എല്ലാവരും പടം റിലീസ് ആവുന്നതിന് മുമ്പ് ബുക്ക് മൈ ഷോയിൽ എത്ര ബുക്കിംഗ് വന്നു എന്നുള്ളതൊക്കെ വലിയ ട്രെൻഡായിട്ട് ഇത് നമുക്ക് ചെയ്യാൻ പറ്റും. ഇതൊക്കെ നമ്മൾ നമ്മുടെ പ്രൊമോഷന്റെ ബഡ്ജറ്റിൽ പെടുന്ന കാര്യങ്ങളായിട്ട് ഇന്ന് മാറിയിരിക്കുകയാണ്. ഒരു സമയത്ത് മീഡിയയിൽ ഇങ്ങനെ നിറഞ്ഞു നിന്ന ആളായിരുന്നു ഷൈൻ. അറിയാതെയും അറിഞ്ഞുകൊണ്ടും ഒക്കെ ആയിട്ടും ഷൈൻ്റെതായ കാരണത്താൽ അല്ലാതെ പോലും മീഡിയയിൽ എപ്പോഴും ഭാഗമായിക്കൊണ്ടിരുന്ന ഒരാളായിരുന്നു. അത് എനിക്ക് തോന്നുന്നു കരിയറിലേക്ക് വരുന്ന സമയത്ത് അപ്പ് ആൻഡ് ഡൗൺസ് ഒരുപാട് കണ്ടിട്ടുള്ള ഒരാളും കൂടിയാണ്. അപ്പം ഇപ്പൊ പക്ഷെ കുറച്ച് നാളായിട്ട് മീഡിയയിൽ നിന്ന് മാറി നിൽക്കുന്നു, അല്ലെങ്കിൽ സാഹചര്യം എങ്ങനെയാണെന്ന് അറിയില്ല. പക്ഷെ ആ ഒരു ഇതിലേക്കൊന്നും വരാതെ, ആ ഒരു ഇതിലെ സർക്കിളിലേക്കോ അല്ലെങ്കിൽ ആ സോണിലേക്ക് വരാതെ മാറി നിൽക്കുന്നു. അനുഭവം കൊണ്ടാണോ അതോ മനഃപൂർവ്വമാണോ? അനുഭവം കൊണ്ടാണ്. ഒരുപാട് അനുഭവങ്ങൾ കിട്ടി. അതാണ് മനഃപൂർവ്വമാണ്. അനുഭവം കൊണ്ടാണ്. നമ്മൾക്ക് ചില കാര്യങ്ങൾ സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യാന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. അത് അന്ന് എനിക്ക് ചില കാര്യങ്ങളിൽ പറ്റാതിരുന്നത് കൊണ്ട് ചില കാര്യങ്ങളെ കാണുന്ന കാഴ്ചപ്പാടിൽ കുറച്ച് പ്രശ്നങ്ങളുണ്ടായിരുന്നു. അതിൽ എൻ്റെ ഭാഗത്ത് മിസ്റ്റേക്ക് ഉണ്ട് എന്ന് ഞാൻ എപ്പോഴും അതിനുശേഷമുള്ള ഇന്റർവ്യൂവിലെല്ലാം ഞാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇപ്പൊ പ്രശ്നങ്ങളില്ല എന്നുള്ളതല്ല, അതിനെ ഡീൽ ചെയ്യുന്ന വിധത്തിന് മാറി എന്നുള്ളതാണ്. എന്ന് വെച്ച് അന്ന് നടന്ന കാര്യങ്ങൾ, പ്രശ്നങ്ങൾ ഒരാളുടെ ഭാഗത്തും ഇല്ല എന്നുള്ളതല്ല, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷെ അതിനെ നമ്മളിപ്പോൾ ഇത്രയും കൂടെ പക്വതപൂർവ്വം ഡീൽ ചെയ്യുന്നു എന്നുള്ളതാണ്. പിന്നെ അങ്ങനെയുള്ള ആൾക്കാരെ ഞാൻ ഇപ്പം കുറേയും കൂടെ കോൺഷ്യസ് ആണ്. സെലക്ഷൻ പ്രോസസ്സിൽ നല്ല പ്രൊഡക്ഷൻ്റെ കൂടെ ഞാൻ വർക്ക് ചെയ്യണുള്ളൂ.
പിന്നെ ഒരുപാട് അങ്ങനെയുള്ള ആൾക്കാർക്ക് ഞാൻ കൊടുക്കുന്നില്ല. നമ്മൾ പണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു ഐഡിയലിസ്റ്റിക് മാത്രമായിരുന്നു. അതായത് നല്ല തിരക്കഥയുണ്ടെങ്കിൽ നല്ല സിനിമയാവും എന്നുള്ള ചിന്ത, ആവശ്യമില്ലാത്ത കോൺഫിഡൻസ് ഒക്കെയാണ് നമ്മളെ ചില പുതിയ പുതിയ ആൾക്കാരെയൊക്കെ നമ്മൾ പോയി പെടുന്നത്. പക്ഷെ പിന്നീട് അവരായിട്ട് ഡീൽ ചെയ്യാൻ പറ്റാണ്ടാകുമ്പോഴത്തേക്കും നമുക്ക് ഉണ്ടാവുന്ന Issues ഉണ്ടാവും. ഒരസലുകള്, പക്ഷെ അത് വേറെ രീതിയിൽ ചിലപ്പോൾ പ്രൊജക്ട് ചെയ്യപ്പെടുകയും ചെയ്യാം. ഇപ്പൊ നടന്നത് ചിലപ്പോൾ ഒരു 10 ആണെങ്കിൽ 100 നിങ്ങൾ കാണുവാൻ സാധ്യതയുണ്ട്. ഷൈൻ പറഞ്ഞില്ല, ഇപ്പൊ മീഡിയയുടെ ഒരു കാലഘട്ടമാണല്ലോ. അപ്പൊ മീഡിയ ഇതിനെ പല രീതിയിൽ പലരും പല ഇന്റർപ്രറ്റ് രീതിയിലാക്കും. ചെയ്യും. ഇപ്പൊ ഒരാൾക്ക് ഒരു ഭാവനയിലുണ്ടാവും, അപ്പൊ അതിനനുസരിച്ച് ഒരു കമന്റ് ഒരാൾ ആ ഭാവനയിൽ ഇടും, അപ്പൊ അതിന്റെ താഴെ വന്നിട്ട് വേറെ കുറെ അപ്പൊ നടന്നത് എന്ത്, ഇവിടെ പ്രൊജക്ട് ചെയ്യപ്പെടുന്നത് എന്തെന്ന് പറഞ്ഞൊരു വിഷയം കൂടെ ഉണ്ട്. അതാണ് എനിക്കത് പറയാനുള്ളത്. ഇപ്പൊ ഷെയ്നെ സംബന്ധിച്ച് ഇപ്പൊ ഞാൻ ഷെയ്ൻ്റെ കൂടെ ആദ്യമായിട്ട് അഭിനയിക്കും. അപ്പോൾ ഷെയ്നെ കുറിച്ച് ഈ എല്ലാവരും ഈ കേട്ടറിവുകൾ വെച്ചിട്ടാണ് സംസാരിക്കുന്നത്. ഞങ്ങൾ ഈ സിനിമയുടെ ഭാഗമായിട്ട് ഏകദേശം 55 ദിവസം അല്ല 45-50 ദിവസം ഉണ്ടായിരുന്നു. ആ ലൊക്കേഷനിൽ നമുക്ക് ഞാൻ ഈ പടത്തിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് പല കാര്യങ്ങളും ഷെയ്നെ കുറിച്ച് കേട്ടിട്ടുണ്ട്. അപ്പോൾ ഇതെങ്ങനെയായിരിക്കും എന്നുള്ളത് നമുക്കറിയില്ല. പക്ഷേ നമ്മളവിടെ വന്നപ്പോൾ എനിക്ക് അനുഭവപ്പെട്ടത് വളരെയധികം പ്രോംപ്റ്റായിട്ട് വളരെ കൃത്യമായിട്ട് വരുന്നു. സെറ്റിൽ യാതൊരു പ്രശ്നങ്ങളുമില്ല. ഞാൻ എൻ്റെ ഇൻഡിവിജ്വലായിട്ട് പറയണേ, എന്നോട് വളരെയധികം ബഹുമാനത്തോടെ സംസാരിക്കുന്നു, ഇടപഴകുന്നു. ഞങ്ങളോട് എല്ലാവരോടും, ഞങ്ങൾ ഈ ഫുൾ ക്രൂവിനോടും വളരെയധികം ബഹുമാനത്തോടെയും അതുപോലെ തന്നെ നമുക്കൊരു സ്പേസ് തന്നുകൊണ്ട് സംസാരിക്കുന്നു. അപ്പോൾ അത്തരം കാര്യങ്ങൾ വരുമ്പോൾ ഇപ്പം നമ്മൾ കഴിക്കടാ ഇത് ഇങ്ങനെയല്ലല്ലോ ഇങ്ങനെ കുറിച്ച് കേട്ടത് എന്നാണ് പറയുന്നത്. അപ്പം ഞാൻ പറയുന്നത് ഈ ആളുകൾ ഈ കേൾവികൾ വിശ്വസിക്കാതിരിക്കുക, നമുക്ക് അനുഭവപ്പെടുമ്പോഴാണത് മനസ്സിലാക്കേണ്ടത്. അപ്പം നമുക്ക് ഇത്രയും ഇതായിട്ട് നമുക്ക് ഒരു തരത്തിലുള്ള പ്രോബ്ലം ഉണ്ടാകാതെ നമുക്ക് ആകപ്പാടെ ലൊക്കേഷനിൽ പ്രോബ്ലം ഉണ്ടാക്കിയത് പ്രകൃതിയാണ്. മഴയായിരുന്നു. സിനിമ തുടങ്ങി അന്ന് തൊട്ട് തീരുന്ന വരെ മഴയായിരുന്നു. പക്ഷെ ഞങ്ങൾക്ക് മറ്റൊരു രീതിയിൽ അതൊരു അനുഗ്രഹമായി. നമ്മുടെ വിഷ്വലൈസിങ് കാര്യങ്ങൾക്കൊക്കെ ഭയങ്കര ഒരു പ്രത്യേക ടോൺ നമുക്ക് അത് കിട്ടിയത്. അത് അറിഞ്ഞറിയാതെ അങ്ങനെ സംഭവിച്ചു. ഇപ്പൊ ഷോബി ചേട്ടൻ പറഞ്ഞ പോലെ ഈ സെറ്റിലേക്ക് ഷെയ്ൻ വരുമ്പോൾ ഓൾമോസ്റ്റ് ദ ടീം ഈസ് ന്യൂ. അപ്പോൾ എല്ലാവർക്കും ഉള്ളിൽ ഇങ്ങനെ ഒരു ഇതുണ്ട്, ഇങ്ങനെ ഷെയ്നുമായിട്ട് വർക്ക് ചെയ്യാൻ പോവാണ്, ഇങ്ങനെ പല ഇപ്പൊ പറഞ്ഞ പോലെയൊക്കെ കേട്ടിരിക്കുന്നത് എന്താവും, കംഫർട്ടബിൾ ആവുക എന്നുള്ളത്. പക്ഷെ മോസ്റ്റ് കംഫർട്ടബിൾ ആയിരുന്നു. ഭയങ്കര ലൈക്ക് അതാണ് സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞില്ല, ഭയങ്കര എൻജോയബിൾ. നമ്മളിപ്പോൾ ഒരു പടത്തിൽ അഭിനയിക്കാൻ പോകുമ്പോഴേക്കും ആരാണ് ഹീറോ, അത് ഇന്ന ആളാ. അപ്പോൾ ഈ നമ്മളോട് പറയുന്നവരെയാ അവരും കേട്ടറിവ് വെച്ചിട്ടാണ് പറയുന്നത്. അവർക്കും അനുഭവം ഉണ്ടായിട്ടല്ല, അവരും കേട്ടറിവ് വെച്ചിട്ട് പറയുന്ന കാര്യങ്ങളാണ്. പക്ഷെ നമ്മളത് ഞാൻ പറഞ്ഞില്ല അങ്ങനെ ഒന്നും ഉണ്ടാവില്ല എന്നിട്ടാണ് നമ്മൾ വരുന്നത്. നമ്മൾ വന്ന് നമ്മൾ കാണുമ്പോൾ ഒരു പ്രശ്നമില്ല, ഒരു പ്രോബ്ലം. ആദ്യത്തെ ആളായിരിക്കില്ലല്ലോ. അതാണ് പ്രശ്നം. അനുഭവസ്ഥര് കറക്റ്റ് ആയിട്ട് പറയുന്നുണ്ട്. പക്ഷെ ഇതാ ഞാൻ പറഞ്ഞത്, വി ക്യാൻ ഇമേജ്. ഞാനിത് പറയണത് നിങ്ങൾ അടിവരയിട്ട് വെച്ചു. നമുക്ക് ഒരാളെ തകർക്കണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു നല്ലൊരു PR മാത്രം മതി. നമുക്കൊരാളെ ഉയർത്തണമെന്നുണ്ടെങ്കിലും നല്ലൊരു PR മാത്രം മതി.